നമസ്കാരം, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ രാവിലെ കണിയൊക്കെ കഴിഞ്ഞു, കുളിച്ചിട്ടില്ല കേട്ടോ. കണി കണ്ടിട്ട് ഞാൻ പിന്നെയും പോയി കിടന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒരാൾ മീൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പം അമ്മ അതിലേ കൊണ്ടുവരാം, ഇവിടെ വിളക്ക് എത്തിച്ച് വെച്ചേക്കുന്നുണ്ട്. അമ്മ അതിലേ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിന്ന് കല്യാണത്തിന് പോകണം. ഞാൻ കല്യാണത്തിന് പോകാനായിട്ട് കുളിച്ച് റെഡി ആവട്ടെ. ഇനി കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ. പല്ല് പോലും തേച്ചിട്ടില്ല. നമ്മുടെ കണി ഒരുക്കിയത് അവിടെ കേട്ടോ. അമ്മയെ വിളക്കൊക്കെ കത്തിച്ചു. അമ്മ വെളുപ്പിനെ 5 മണിക്ക് 4:30 അങ്ങാണ്ട് എഴുന്നേറ്റ് അമ്മ കുളിച്ചു, വിളക്ക് കത്തിച്ചു. ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പോയി കണിയൊക്കെ കാണിച്ചു. കണിയും കണ്ടിട്ട് ഇതാ ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. പോകണം. 8:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. അങ്ങനെ റെഡിയായി ഞാൻ പോകും കേട്ടോ. പിന്നെ വീഡിയോ ഒന്നും എടുക്കാതെ നീലൂട്ടം കാണാതെ ഇറങ്ങിയതാ. അവനെ അമ്മ വീടിൻ്റെ ബാക്കിലോട്ട് കൊണ്ടുപോയി ഓരോന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ആ സമയത്തിന് ഞാൻ ഇറങ്ങി പോരുന്നു. അപ്പോൾ കല്യാണത്തിന് ബസ് 8:45 അപ്പോൾ അതിന് പോകാൻ വേണ്ടി നടക്കാൻ വയ്യ. കുറേ നാൾ കൂടി ഇങ്ങനെ നടന്നപ്പോൾ നടക്കാൻ വയ്യ. ഇവിടെയൊക്കെ റബ്ബറുണ്ടായിരുന്നു, എല്ലാം വെട്ടിക്കളഞ്ഞു. ഇതാട്ടോ ഇവിടുത്തെ അംഗൻവാടി. അയ്യോ വയ്യ. ഇതിനാ പറയുന്നത് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നടക്കണമെന്ന്. നടന്നിട്ട് ഞാൻ കുറേ നാളായി. അയ്യോ ബസ്സാണോ? അല്ല, 8:45 വരത്തുള്ളൂ. 8:37 ആയതേ ഉള്ളൂ. കണ്ട കാടാണ്. കാടല്ല കേട്ടോ, റബ്ബറും തോട്ടം. ഇവിടെ സീസൈഡ് കാടാ. എന്തായാലും ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്താറായി. അവിടെ ചെന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് ചമ്മല. അതുകൊണ്ട് ഞാൻ പോയിട്ട് കാണാം. ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞാൻ ഇറങ്ങിയത് വളരെ നേരത്തെ ആയിരുന്നു കേട്ടോ. 11 മണി കഴിഞ്ഞിട്ടാണ് കല്യാണം. അപ്പോൾ ഞാൻ 9 മണിയൊക്കെ ആയപ്പോഴത്തേനും എത്തി. അവിടെ പഴവളത്തെത്തിയായിരുന്നു. അപ്പോൾ അത്ര നേരത്തെ പോയിട്ട് കാര്യമില്ല എന്നറിഞ്ഞതുകൊണ്ട് ഞാൻ നേരെ വെട്ടിക്കോട് അമ്പലത്തിലോട്ട് പോയി കേട്ടോ. വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം. അങ്ങനെ അവിടെ ചെന്നിട്ട് കുളത്തിലൊക്കെ ഇറങ്ങി കാലൊക്കെ കഴുകിയിട്ട് വെള്ളമൊക്കെ കുടഞ്ഞിട്ട് ഞാൻ നേരെ അകത്ത് കയറി തൊഴുത്. പിന്നെ കുറേ നേരം ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. ഒരു 10:30 വരെ ഞാൻ അവിടെ ഇരുന്നു. എൻ്റെ കൂട്ടുകാരൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുമാരൊക്കെ താമസിച്ചൊരു 10 മണി 10:45 ആകുമ്പോഴത്തേനേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. മെയിനായിട്ടും അതുകൊണ്ടാണ് ഞാൻ പിന്നെ വെറുതെ അവിടെ പോയി നിന്ന് പോസ്റ്റ് ആവണ്ടല്ലോ, അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുത് പയ്യെ സമാധാനത്തോടെ പോവാമെന്ന് വിചാരിച്ചു. ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നമുക്ക് കണ്ട് സമാധാനത്തോടെ പ്രാർത്ഥിച്ച് തൊഴാനൊക്കെ പറ്റും. ആ ഒരു ഇതിലുള്ള തിരക്കേ ഉള്ളായിരുന്നു. പിന്നെ വിഷു ആയതുകൊണ്ടും കൂടി ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പം അവിടെ ഒരു ചെറിയൊരു കട കണ്ടേ. അവിടെ നിന്ന് നീലൂട്ടൻ ഇടാൻ പറ്റുന്നതായി ഇതുപോലത്തെ ഒരു വള വാങ്ങിച്ച് 50 രൂപയായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ മോതിരവും വാങ്ങിച്ച്. മോതിരത്തിന് 30 രൂപയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു 9:30 ആയപ്പോഴത്തേനും അമ്പലത്തിലെത്തി. പിന്നെ 1 മണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്ന് കേട്ടോ. നല്ല സുഖമായിരുന്നു അവിടെ ഇങ്ങനെ ഇരിക്കാൻ. ചുറ്റും കാവല്ലേ, അപ്പം നല്ല തണുത്ത കാറ്റും സുഖം ഉണ്ടായിരുന്നു ചൂടത്ത് ഇരിക്കാനായിട്ട്. അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ ഇരുന്നിട്ട് 10:30 ആയപ്പോഴത്തേനും ഞാൻ ഞാൻ അവിടുന്ന് പയ്യെ ഇറങ്ങി ഒരു നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് കയറി കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കുറേ കടകളൊക്കെ ഉണ്ട്. ഞാൻ നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു. നല്ല ചൂടെടുത്തു കേട്ടോ. ഇങ്ങി ഇറങ്ങി വന്നപ്പോഴത്തേന് ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ബസ് സ്റ്റോപ്പിലോട്ട് പോയി. അങ്ങനെ ഞാൻ നേരെ ഇറങ്ങി നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി ബസ് സ്റ്റോപ്പിലോട്ട് വന്നു കേട്ടോ, നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ. അങ്ങനെ ബസ് കയറിയിട്ട് ഞാൻ നേരെ 2-ാം കുറ്റിയിൽ ഇറങ്ങി. 2-ാം കുറ്റിയിൽ ഇറങ്ങിയിട്ടും ആരും വന്നില്ല കേട്ടോ. ആളുമാരൊക്കെ താമസിച്ചാണ് വന്നത്, ഞാൻ മാത്രം നേരത്തെ വന്നു. പിന്നെ ഞാൻ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് നടന്ന് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഓഡിറ്റോറിയം ഞാനിവിടെ കണ്ടുപിടിച്ചു. അവിടെ കാവൂസിൻ്റെയും ചേട്ടൻ്റെയും ഫോട്ടോ ഒക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നേ.
അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെളിയിലോട്ട് വന്നപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും കുറേ നാൾ കൂടിയിരുന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. 3-4 വർഷമായി കണ്ടിട്ട്. അപ്പോൾ എല്ലാവരെയും കണ്ടു. ഞാനും രമ്യയും ഒരുമിച്ചായിരുന്നു ഇരിക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട്. കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് എന്തായാലും കയറാൻ പറ്റി കേട്ടോ. അങ്ങനെ നമ്മുടെ ഇല വന്നു, പിന്നെ കറികളെല്ലാം വന്നു, പിന്നെ ചോറ് വന്നു, പരിപ്പ് വന്നു, പപ്പടം വന്നു, നെയ്യ് വന്നു. അങ്ങനെ കൂട്ടി ഒരു കഴിപ്പങ്ങ് കഴിച്ച്. നല്ല സദ്യയായിരുന്നു കേട്ടോ. 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. 2 കൂട്ടം പായസമല്ല, 3 കൂട്ടം പായസം ഉണ്ടായിരുന്നു. ഞാൻ 2 കൂട്ടം പായസം കഴിച്ചുള്ളൂ. പാൽപ്പായസവും പ്രഥമനും മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. പിന്നെ കടലപ്പായസം ഉണ്ടായിരുന്നു, ഞാനത് കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കാവൂസിനെ കണ്ട് യാത്ര പറയാനായിട്ട് വന്നതാട്ടോ. അപ്പോൾ കാവ്യ ഇറങ്ങാറായി, ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. 2 സാരി ഉള്ളായിരുന്നു, സെറ്റ് സാരി ഇല്ലായിരുന്നേ. അപ്പോൾ 2 സാരി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ പോകാനായിട്ട്. ഞാനെടുത്തിടും അവനെ അങ്ങ്. എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവം സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് വൈകിട്ട് കെട്ടുകാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ ബ്ലോക്കായിപ്പോയി ഗൈസ്, പോകാനായിട്ട് പറ്റത്തില്ല. പിന്നെ ആ മാമൻ എന്നെ കറങ്ങി തിരിഞ്ഞ് ഒരു ഊടുവഴി കൂടെയൊക്കെ നേരെ വീട്ടിൽ കൊണ്ടാക്കി. അങ്ങനെ ഞാൻ വീട്ടിലെത്തി കേട്ടോ. ആ വീട്ടിൽ വന്നപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് ചക്കക്കുരുവൊക്കെ എടുത്ത് വെച്ച് കളിച്ചോണ്ടിരിക്കുവാന്നേ. എന്തെടുക്കുവാ? ചായ വേണം. അമ്മ ചേച്ചി വെള്ളം താ, വെള്ളം താടാ, വെള്ളം താ. ആ ഓ എന്തൊരു കഷ്ടമായത്.